ജൂൾസ് ലോ H = I²RT. ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്ക് ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാം. ഇവിടെ I എന്നത് ആംപിയർ യൂണിറ്റിലുള്ള കറണ്ടിനെയും R എന്നത് ഓം യൂണിറ്റിലുള്ള പ്രതിരോധത്തിനെയും T എന്നത് സെക്കൻഡ് യൂണിറ്റിലുള്ള സമയത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. The heat produced in a current carrying conductor is directly proportional to the product of its square of the current and the resistance of the conductor and the time which current is passed. ഇനി ഓം നിയമപ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് I = V/R ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ സമവാക്യത്തെ മറ്റു രണ്ട് രീതിയിൽ കൂടി എഴുതാവുന്നതാണ്. H = V²T/R. അടുത്ത ഇക്വേഷൻ H = VIT. ഇങ്ങനെ രണ്ട് ഇക്വേഷനിലേക്കൂടെ നമുക്കിതിനെ മാറ്റാവുന്നതാണ്. ഇവിടുത്തെ V എന്നത് വോൾട്ടേജിനെയാണ് സൂചിപ്പിക്കുന്നത്.